കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്കിന്ന് ഭാഗവത കഥകളിൽ ജയവിജയന്മാരുടെ കഥ കേൾക്കാം. വൈകുണ്ഠം. ശ്രീ ഭഗവാൻ പള്ളികൊള്ളുന്ന ശ്രീ വൈകുണ്ഠം. വൈകുണ്ഠത്തിലെ 6 ഗോപുരങ്ങളും കടന്ന് 7ാം ഗോപുരത്തിലെത്തുമ്പോൾ അവിടെ നിൽക്കുന്ന കാവൽ ഭടന്മാരാണ് ജയവിജയന്മാർ. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനൽകുമാരന്മാർ ഭഗവാനെ ദർശിക്കാനായി ശ്രീ വൈകുണ്ഠത്തിൽ പോയി. അവിടെ എത്തിയ സനൽകുമാരന്മാർ 6 ഗോപുരങ്ങളും കടന്ന് 7ാമത്തെ ഗോപുരത്തിലെത്തി. ജയവിജയന്മാരാണല്ലോ അവിടുത്തെ കാവൽ ഭടന്മാർ. ജയവിജയന്മാർക്ക് സനൽകുമാരന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ ജയവിജയന്മാർ അവരെ തടഞ്ഞു നിർത്തി. ജയവിജയന്മാരുടെ ഈ പെരുമാറ്റം സനൽകുമാരന്മാരെ പ്രകോപിതരാക്കി. അവർ ജയവിജയന്മാരെ ശപിച്ചു. നിങ്ങൾക്ക് ഈ ഗോപുരവാതിലിൽ കാവൽ ഭടന്മാരായി നിൽക്കാൻ യോഗ്യതയില്ല. കാരണം ഇവിടെ എത്തുന്ന ഭഗവത് ഭക്തന്മാരെയോ മഹാജ്ഞാനികളെയോ തിരിച്ചറിയാനുള്ള ബുദ്ധിയോ കഴിവോ നിങ്ങൾക്കില്ല. ആ നിലയ്ക്ക് ഈ കവാടത്തിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല. നിങ്ങൾ 3 ജന്മം ഭൂമിയിൽ അസുരജീവിതം നയിച്ചു കഴിയണം. ഇതായിരുന്നു ശാപം. ഗോപുരവാതിൽക്കൽ നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീഹരി ലക്ഷ്മി ദേവിക്കൊപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു. സനൽകുമാരന്മാരെ ഭഗവാൻ സ്വീകരിച്ചു. അപ്പോഴേക്കും സനകാദികൾ ഭഗവാനെ താണു വണങ്ങി ക്ഷമയാചിച്ചു. അല്ലയോ ലോകാധിനാഥനായ ഭഗവാനെ, ഞങ്ങൾ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചു. ഭഗവാന്റെ കാവൽ ഭടന്മാരെ ഞങ്ങൾ ശപിച്ചു. ഞങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ ഞങ്ങളോട് അനുകമ്പ തോന്നി പൊറുക്കണം. സനകാദികളുടെ വാക്കുകേട്ട് ഭഗവാൻ പറഞ്ഞു, മഹാജ്ഞാനികളായ ഭവാന്മാരെ, നിങ്ങളല്ല എന്നോട് മാപ്പ് അപേക്ഷിക്കേണ്ടത്. എൻ്റെ ഭൃത്യന്മാരുടെ മര്യാദകെട്ട പെരുമാറ്റത്തിൽ ഞാൻ ഭവാന്മാരോട് പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ഭൃത്യന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു. യഥാർത്ഥത്തിൽ ജയവിജയന്മാർക്ക് കിട്ടിയ ശാപം എൻ്റേത് തന്നെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ സനകാദികൾക്ക് അമൃത് പോലെ അനുഭവപ്പെട്ടു. അവർ ശ്രീഹരിയെ നമസ്കരിച്ചു, സ്തുതിച്ചു. ജയവിജയന്മാരും ഭഗവാനെ നമസ്കരിക്കുകയും സ്തുതി പാടുകയും ചെയ്തു. എന്നിട്ട് ഭഗവാനോടായി ജയവിജയന്മാർ അപേക്ഷിച്ചു, ഞങ്ങളുടെ അജ്ഞതയാണ് ഞങ്ങളെക്കൊണ്ട് ഈ വലിയ തെറ്റ് ചെയ്യിച്ചത്. ഞങ്ങൾ ശിക്ഷ ശിരസാ വഹിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഒരാഗ്രഹം ഭഗവാൻ സാധിച്ചു തരണം. ഞങ്ങൾ ഏത് ജന്മമെടുത്ത് എവിടെ ജീവിച്ചാലും ശരി, ഭഗവാനോടുള്ള ഭക്തിയിൽ ഒരു കുറവും വരാൻ ഇടയുണ്ടാകാതിരിക്കണം. അതുമാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. അതിനായി ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചയച്ചു. ജയവിജയന്മാർ ഭൂമിയിൽ കശ്യപമുനിയുടെ ഭാര്യയായ ദിതിദേവിയുടെ ഗർഭത്തിൽ എത്തി. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവർ ദിതിദേവിയുടെ ഗർഭത്തിലെത്തുന്നത്. അതായത് ഒരു നാൾ കശ്യപമുനി സന്ധ്യാപൂജയെല്ലാം കഴിഞ്ഞ് ധ്യാനത്തിലിരിക്കുമ്പോൾ ഭാര്യ ദിതിദേവി മുനിയുടെ അടുക്കലെത്തി ശല്യം ചെയ്തു. ദിതിദേവി മുനിയോട് പറഞ്ഞു, എനിക്കാകെ വയ്യെന്നായിരിക്കുന്നു. ഒരു പുത്രൻ ഇല്ലാത്ത സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. എനിക്കൊരു പുത്രനെ കിട്ടിയേ മതിയാവൂ. ദിതിദേവിയുടെ നിർബന്ധം മുനിക്ക് അത്ര രസിച്ചില്ല. എങ്കിലും കോപാകുലനാകാതെ അവരെ നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദേവി കശ്യപമുനിയുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവർ കുട്ടിക്ക് വേണ്ടി നിർബന്ധം പിടിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ കശ്യപമുനി ദിതിദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി. സന്ധ്യാസമയത്ത് ദിതിദേവിക്കുണ്ടായ ഈ ആഗ്രഹത്തിൻ്റെ അനന്തരഫലം കൈപ്പേറിയതായിരിക്കുമെന്ന് കശ്യപമുനിക്ക് അറിയാമായിരുന്നു. അതിനാലാണ് ദിതിദേവിയെ പിന്തിരിപ്പിക്കാൻ കശ്യപമുനി ശ്രമിച്ചത്. പക്ഷേ കശ്യപമുനിയുടെ ശ്രമം വിഫലമായതേയുള്ളൂ. കശ്യപമുനി ദിതിദേവിയോട് പറഞ്ഞു, ദേവി, നിന്റെ അസമയത്തുണ്ടായ ഈ ആഗ്രഹം കുഴപ്പങ്ങളിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നിന്റെ ആഗ്രഹം, ആൺകുട്ടിക്ക് വേണ്ടിയുള്ള ആഗ്രഹം സഫലമാകുവാൻ പോവുകയാണ്. പക്ഷേ നീ പ്രസവിക്കാൻ പോകുന്നത് 2 ആൺകുട്ടികളെയാണ്. 2 പേർക്കും അസുര സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. അവർ പരാക്രമശാലികളും അതിശക്തിമാന്മാരും ആയിരിക്കും. ദേവന്മാർ പോലും അവരുടെ പരാക്രമത്തിന് ഇരയാകും. ഇതെല്ലാം ഇനി അനുഭവിക്കുകയേ വഴിയുള്ളൂ. കശ്യപമുനിയുടെ വാക്കുകൾ കേട്ട് ദിതിദേവി ആകെ ഭയന്നു. എങ്ങനെയും ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പക്ഷേ ദിതിദേവി ഗർഭം ധരിച്ചതു മുതൽ പല അനിഷ്ടങ്ങളും ലോകത്ത് കണ്ടു തുടങ്ങി. അതോടെ ദിതിയുടെ ഭയം വർദ്ധിച്ചു. ഇവരെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ ലോകത്ത് അനിഷ്ടം സംഭവിച്ചാൽ ഇവർ പിറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി? ദിതിദേവിക്ക് ആലോചിക്കാൻ കൂടിയ വയ്യെന്നായി. ദിതിദേവി വല്ലാതെ ഭയന്നു. കുട്ടികൾക്ക് ജന്മം നൽകാൻ ഇവർ കൂട്ടാക്കിയില്ല.
ഒരു 100 വർഷം കുട്ടികളെ അവർ ഗർഭത്തിൽ തന്നെ കൊണ്ടു നടന്നു. പിന്നീട് നിവൃത്തിയില്ലാതെ ദിതിദേവി 2 ആൺകുട്ടികളെ പ്രസവിച്ചു, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. സനകാദികളുടെ ശാപം മൂലം അസുരജന്മമെടുത്ത ജയവിജയന്മാരായിരുന്നു ഇവർ. ഇവർ വളർന്നു വന്നതോടെ പലവിധ പരാക്രമങ്ങളും ലോകത്തെങ്ങും നടമാടി. 3 ലോകവും കീഴടക്കാനുള്ള പരാക്രമത്തിലായിരുന്നു ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അങ്ങനെയാണ് ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ നേരിട്ടതും കൊല്ലപ്പെട്ടതും. ഇനി നമുക്ക് മനുവംശത്തെപ്പറ്റി അറിയാം. ഭൂമിയിലെ പുതിയൊരു രാജധാനിയാണ് ബർഹിഷ്മതി. ബ്രഹ്മാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഭൂമിയിലെത്തിയ സ്വയംഭുവ മനുവും ശതരൂപയുമാണ് രാജധാനിയിലെ ദമ്പതികൾ. ബ്രഹ്മാവർത്തം എന്നായിരുന്നു ആ രാജ്യത്തിന് അവർ നൽകിയ പേര്. അതിനിടെ ഭൂമി ഫലഭൂയിഷ്ടമാകാൻ തുടങ്ങിയിരുന്നു. വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും കാലാകാലങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടു. കാറ്റും വെളിച്ചവും ചൂടും ആവശ്യാനുസരണം ലഭ്യമായിക്കൊണ്ടിരുന്നു. കാലക്രമേണ ശതരൂപ ഗർഭിണിയായി. അവർക്ക് 5 മക്കളുണ്ടായി, 2 ആണും 3 പെണ്ണും. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിങ്ങനെയായിരുന്നു ആൺകുട്ടികളുടെ പേരുകൾ. പെൺകുട്ടികളുടേത് ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെയായിരുന്നു. അവർ വളർന്ന് കല്യാണപ്രായത്തിലെത്തി. അപ്പോഴേക്കും ആകൂതിയെ രുചി എന്ന പ്രജാപതി വിവാഹം കഴിച്ചു. ഇവർക്ക് യജ്ഞനെന്നും ദക്ഷിണയെന്നും പേരുള്ള 2 കുട്ടികൾ പിറന്നു. മഹാവിഷ്ണുവിൻ്റെ യജ്ഞസ്വരൂപമായിരുന്നു യജ്ഞൻ. ദക്ഷിണയാവട്ടെ ലക്ഷ്മി ദേവിയുടെ അംശഭൂതവും. ഇവർ വളർന്നു വലുതായപ്പോൾ ദമ്പതിമാരാവുകയും ഇവർക്ക് 12 ആൺകുട്ടികൾ ജനിക്കുകയും ചെയ്തു. കർമ്മപ്രജാപതിക്കായിരുന്നു 2ാമത്തെ മകളായ ദേവഹൂതിയെ വിവാഹം ചെയ്തു കൊടുത്തത്. ഇവർക്ക് 9 പെൺകുട്ടികളാണ് ലഭിച്ചത്. ഇതിൽ ദേവഹൂതിക്ക് ചെറിയൊരു വിഷമം ഇല്ലാതില്ല. 9 കുട്ടികളും പെണ്ണായിപ്പോയി. ഒരാൺകുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ. ദേവഹൂതി എൻ്റെ ആഗ്രഹം കർദമ പ്രജാപതിയോട് പറഞ്ഞു. ഭാര്യയുടെ ഇംഗിതം മനസ്സിലാക്കിയ കർദമ പ്രജാപതി അവരോട് പറഞ്ഞു, അല്ലയോ പ്രാണനാഥേ, നിൻ്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നു. നീ ധർമ്മനിഷ്ഠയും പിതൃപരിചരണത്തിൽ അതിസമർത്ഥയുമാണ്. അതുകൊണ്ട് നിൻ്റെ ആഗ്രഹം ഫലിക്കാതിരിക്കില്ല. എല്ലാം ഫലിക്കുക തന്നെ ചെയ്യും. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ നമ്മുടെ പുത്രനായി പിറക്കുമെന്ന് എനിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ സമാധാനിക്കുക, എല്ലാം കാത്തിരുന്നു കാണുക. കർദമ പ്രജാപതിയുടെ വാക്കുകൾ കേട്ട് ദേവഹൂതി സന്തോഷം കൊണ്ട് മതിമറന്നു. ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിച്ച് അവർ ദിവസങ്ങൾ നീക്കി. കാലക്രമേണ ദേവഹൂതി ഗർഭിണിയായി. അവർ ഒരു ശുഭമുഹൂർത്തത്തിൽ ഒരാൺകുട്ടിക്ക് ജന്മം നൽകി. ദേവഹൂതിയുടെ 10ാമത്തെ പ്രസവമാണിത്. മഹാവിഷ്ണുവാണ് ദേവഹൂതിയിലൂടെ ജന്മം കൊണ്ടിരിക്കുന്നതെന്നറിഞ്ഞ ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവാദികളും അവിടെ എത്തി. പ്രസവവേളയിൽ ആകാശത്ത് നിന്ന് പൂമഴ പെയ്തു. മഹർഷിമാരും സപ്തർഷിമാരും മറ്റും കർദമനെ സന്ദർശിച്ച് അഭിനന്ദിച്ചു. ബ്രഹ്മാവും നാരദനും സനൽകുമാരന്മാരും ആ ദമ്പതികളെ അനുഗ്രഹിക്കുവാനും അനുമോദിക്കാനും അവിടെ എത്തി. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ കുട്ടിക്ക് കപിലൻ എന്ന പേരിടുകയും ചെയ്തു. തൻ്റെ 9 പെൺകുട്ടികളെ 9 പ്രജാപതികൾക്കായി വിവാഹം കഴിച്ചു കൊടുത്തു. മൂത്ത മകളായ കലയെ മരീചിയാണ് വിവാഹം ചെയ്തത്. ഇവരുടെ പുത്രനായിരുന്നു കശിപ പ്രജാപതി. 2ാമത്തെ മകളായ അനസൂയയെ അത്രി മുനിയാണ് വിവാഹം ചെയ്തത്. ഇവർക്ക് സോമൻ, ദത്താത്രേയൻ, ദുർവാസാവ് എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായി. അങ്കിരസാണ് 3ാമത്തെ മകളായ ശ്രദ്ധയെ വേളി ചെയ്തത്. ഇവർക്ക് ഉദത്യൻ, ബൃഹസ്പതി എന്ന 2 പുത്രന്മാരെ കൂടാതെ 4 പുത്രിമാരും ഉണ്ടായി. 4ാമത്തെ പുത്രിയായ ഹവിർഭു പുലസ്ത്യമൗനിയുടെ ഭാര്യയായി. അഗസ്ത്യൻ, വിശ്രവസ് എന്നിങ്ങനെ 2 ആൺകുട്ടികളായിരുന്നു ഇവർക്ക്. ഇടവിട എന്ന സ്ത്രീയിൽ വിശ്രവസിന് ജനിച്ച പുത്രനാണ് കുബേരൻ. വിശ്രവസിൻ്റെ 2ാം ഭാര്യയായ കൈകസിയിൽ ജനിച്ചവരാണ് രാവണനും കുംഭകർണനും ശൂർപ്പണഖയും. ഗതി എന്നായിരുന്നു 5ാമത്തെ മകളുടെ പേര്. പുലഹനാണ് ഗതിയെ വിവാഹം ചെയ്തത്. ഇവർക്ക് 3 പുത്രന്മാരുണ്ടായി. കർമ്മജ്യേഷ്ഠൻ, വരിയാൻ, സഹിഷ്ണു എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. 6ാമത്തെ പുത്രിയായ ക്രിയയെ ക്ഋതു പ്രജാപതിയാണ് വേളി കഴിച്ചത്. ഇവർക്ക് 60,000 ഋഷീശ്വരന്മാർ പിറന്നു. ബാലഖില്യന്മാരെന്നായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. വസിഷ്ഠനാണ് 7ാമത്തെ മകളായ ഊർജയെ വിവാഹം ചെയ്തത്.
ഊർജയ്ക്ക് അരുന്ധതി എന്നും പേരുണ്ടായിരുന്നു. ഇവർക്ക് ചിത്രകേതു, സുരോചി, വിരജസ്, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാനൻ, ദ്യുമാൻ എന്നിങ്ങനെ 7 പുത്രന്മാരുണ്ടായി. ഇവരാണ് പിൽക്കാലത്ത് സപ്തർഷികളായി മാറിയത്. 8ാമത്തെ മകളാണ് ചിത്തി. അഥർവാവാണ് ചിത്തിയെ വേട്ടത്. ഇവർക്ക് 2 മക്കൾ പിറന്നു. ഭൃഗു മഹർഷിയാണ് 9ാമത്തെ മകളായ ഖ്യാതിയെ വേളി കഴിച്ചത്. ഇവർക്ക് ശുക്രമഹർഷി, ദാതാവ്, വിധാതാവ് എന്നീ പുത്രന്മാരും ശ്രീ എന്നൊരു മകളും പിറന്നു. പുത്രിമാരുടെ വിവാഹങ്ങളെല്ലാം വളരെ ക്ഷേമമായി നടന്നതിലും അവർക്കെല്ലാം സന്താന സൗഭാഗ്യം ഉണ്ടായതിലും കർദമനും ദേവഹൂതിയും അതിയായി സന്തോഷിച്ചു. അവരിരുവരും ഭഗവദ്ധ്യാനത്തോടും സ്തുതിയോടും കാലം കഴിച്ചു. ഒടുവിൽ വാനപ്രസ്ഥത്തിന് പോയ കർദമൻ സമാധിയിലൂടെ സ്വർലോകം പോവുകയും ചെയ്തു. അതോടെ ദേവഹൂതി പുത്രനായ കപിലാചാര്യനെ സമീപിച്ച് മോക്ഷമാർഗത്തെക്കുറിച്ചാരാഞ്ഞു. കപിലാചാര്യൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു: മോക്ഷം നേടണമെന്ന അമ്മയുടെ ആഗ്രഹം ഉചിതവും ശ്ലാഘനീയവുമാണ്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മോക്ഷം പ്രാപിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം പരമഭക്തനായ അച്ഛൻ്റെ സാന്നിധ്യം വളരെ കാലമായി ഉണ്ടായിരുന്നതാണല്ലോ. മാത്രവുമല്ല, അച്ഛൻ പരമപദം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അച്ഛനിലൂടെ അമ്മ നേടിയ മനഃശുദ്ധി, ധർമ്മചര്യ, ഭക്തി എന്നിവയിലൂടെ അമ്മയ്ക്ക് മോക്ഷം നേടാവുന്നതേ ഉള്ളൂ. കപിലാചാര്യരുടെ വാക്കുകൾ കേട്ട് അമ്മയ്ക്ക് സന്തോഷവും സമാധാനവുമായി. കപിലാചാര്യർ വീണ്ടും ഭക്തിമാർഗത്തിലേക്കുള്ള ആചാരവിധികൾ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഉപദേശം നൽകിയ ശേഷം കപിലാചാര്യർ ഹിമാലയത്തിലേക്ക് യാത്രയായി. കപിലാചാര്യർ ഹിമാലയത്തിൽ കഠിന തപസ്സിലൂടെ കാലം കഴിച്ചു. അതിനിടെ ദേവഹൂതി ഭൗതിക ശരീരം വെടിഞ്ഞ് മോക്ഷഗതി അടഞ്ഞു. കാലക്രമത്തിൽ ഇവരുടെ സന്തതി പരമ്പരകൾ 3 ലോകങ്ങളിലും പെരുത്തുവന്നു.